പോലെ ആവണം, കൃഷ്ണപിള്ള സാറിനെ പോലെ ആവണം എന്നൊക്കെ ഞാൻ മോഹിച്ചിട്ടുണ്ട്. അതൊക്കെ സക്സസ്ഫുൾ ആയെങ്കിലും എനിക്കറിയണത് എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയും, ഈ മത്തായി സാറ് വന്നിട്ട് ഈ ക്യാരക്ടറിസ്റ്റിക് ഞാൻ ലപ്ലാസ് ട്രാൻസ്ഫോമും ഫോറിയർ ട്രാൻസ്ഫോമും ഒക്കെ ആയിട്ട് മാത്തമാറ്റിക്സ് പഠിച്ചത് ഇവിടെ വന്നപ്പോഴത്തേക്കും ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷനൊക്കെ ആയി. അപ്പോൾ അത് വെച്ച് ഈ മെല്ലിൻ ട്രാൻസ്ഫോം എന്ന് പറയുന്ന സാധനം, ഇഫ് ഇറ്റ് എക്സിസ്റ്റ്, അത് നമുക്ക് മൊമെൻറ്റുമായിട്ട് കണക്റ്റ് ചെയ്യാം. അപ്പം ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ മൊമെൻറ്റ്സ് mth മൊമെൻറ്റ് തരികയാണെങ്കിൽ അതിൽ നിന്ന് എന്താ ഡിസ്ട്രിബ്യൂഷൻ എന്ന് കണ്ടുപിടിക്കാന്നുള്ള ഒരു പേപ്പർ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് സാറിൻ്റെ പ്രസംഗം കേട്ട് പ്രചോദനം കൊണ്ടിട്ടാണ് എഴുതിയേക്കണേ. അത് ഞാൻ ഒരു കോൺഫറൻസിന് പ്രസൻറ്റ് ചെയ്തു. അല്ലാതെ വലിയ റിസർച്ച് പേപ്പേഴ്സ് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറയും, നിങ്ങളാണ് എൻ്റെ സ്വത്തെന്ന്. എനിക്ക് എല്ലാവരെയും കാണുമ്പോൾ എന്തൊരു സന്തോഷമാണെന്ന് അറിയാമോ. ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ കുറച്ചുകൂടെ സന്തോഷം ഉണ്ടായേനെ, ഒരു ഹോം കമ്മിങ് ആയേനെ. ഇതല്ല, എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കുട്ടികളാണ് നിങ്ങളെയൊക്കെ കുട്ടികളായിട്ട് ഞാൻ ഇപ്പോഴും കാണുന്നുള്ളൂ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് വളരെ വളരെ സന്തോഷം. എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റ് വരാൻ എപ്പോഴും ഇഷ്ടമാണ്. പിന്നെ വലിയ പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് വരണമെന്നൊക്കെ കേട്ടു, ഞെരുങ്ങി പിടിച്ചുള്ളത് പോയി വലിയ സ്ഥലം കിട്ടണമെന്നൊക്കെ കേട്ട് സന്തോഷം. യൂണിവേഴ്സിറ്റിക്ക് പൈസ കൂടിയിട്ടുണ്ട് എന്തായാലും, എന്താണെന്നറിയില്ല. ഞാൻ പറയും ISPS എന്ന് പറഞ്ഞൊരു കോൺഫറൻസിന് കഷ്ടം പറഞ്ഞ ആദ്യമായിട്ട് ഞങ്ങളൊരെണ്ണം ഓർഗനൈസ് ചെയ്യുക. എല്ലാവർക്കും അതിൽ റോളുണ്ട്. താമസ സൗകര്യമായിരുന്നു എനിക്ക്. പിന്നെ 2 ദിവസത്തെ ഡിന്നറെങ്കിലും ആരെയും കൊണ്ടെങ്കിലും കൊടുത്താൽ അത്ര ചിലവ് കുറയുമല്ലോ എന്ന് വിചാരിച്ച് എത്ര തവണയാണ് രാജഭവനിൽ പോയിട്ട് ഒരു ഡിന്നർ സ്പോൺസർ ചെയ്യാമോ ഗവർണർ എന്ന് ചോദിച്ച് ഞാനും ഉണ്ണിത്താനും ഒക്കെ കൂടെ പോയിട്ടുണ്ട്. എങ്ങനെയോ അവർ സാധിച്ചു. പിന്നെ വൈസ് ചാൻസലർ ഒരു ഡിന്നർ, 2 ഡിന്നറെങ്കിലും കിട്ടുമല്ലോ. അത്ര കഷ്ടപ്പെട്ട ISPS ഒക്കെ നടത്തിയേക്കണേ. പക്ഷേ വി ഓൾ എൻജോയ്ഡ് ഇറ്റ്. പക്ഷേ ഇപ്പം കണ്ട പൈസക്കൊന്നും ഒരു ക്ഷാമമില്ല. ധനസ്ഥിതി കൂടിയതോ ഫണ്ട് കൂടിയതോ ഏതായാലും ഇപ്പോൾ പൈസയ്ക്ക് യാതൊരു ദൗർലഭ്യം കാണാനില്ല. മറ്റേത് കഷ്ടപ്പെട്ടിട്ടുണ്ട് ശരിക്കും. ഏതായാലും എനിക്ക് ഇങ്ങനൊരു അവസരം, എനിക്ക് സന്തോഷം എല്ലാവരെയും കാണുന്നതിൽ. ഇങ്ങനൊരു അവസരം തന്നതിന് വളരെ വളരെ നന്ദി. ഇനി എന്നെയും വിളിക്കണം. വൃന്ദാദേവി ടീച്ചറുടെ ഹൃദയം നിറഞ്ഞ വാക്കുകൾക്ക് നന്ദി. അടുത്തതായി ആശംസ അറിയിക്കുന്നതിനായി യാക്കീൻ തോമസ് സാറിനെ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനമുള്ള മത്തായി സാർ, ശ്രീമതി സുനിത ഭാസ്കർ, കല്യാൺരാമൻ സാർ, ബൃന്ദ ടീച്ചർ, സദസ്സിലിരിക്കുന്ന ബഹുമാനമുള്ള സീനിയർ അംഗങ്ങളെ, സമപ്രായക്കാരെ, സീനിയർ അംഗങ്ങളെ, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഫെലിസിറ്റേഷൻ ഓഫർ ചെയ്യാനായിട്ട് തന്ന ഒരു നന്ദിയുള്ളവനായിരിക്കുന്നു. ഞാനും ഈ കേരള യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള ബന്ധം പറയുകയാണെങ്കിൽ ഒരു വഴിപ്പോക്കനായിട്ട് വന്ന് ഇവിടെ താമസം ഉറപ്പിച്ചതുപോലെയാണ്. ആദ്യ അപ്പോയിൻമെൻറ്റ് സെൻറ്റ് തോമസ് കോളേജ് പാലായിരുന്നു. നമ്മുടെ ഡോക്ടർ KK ജോസ് ഇവിടെ ഉണ്ട്. എൻ്റെ ഒരു വളരെ വിലപ്പെട്ട ഒരു സ്റ്റുഡൻ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് സൗകര്യാർത്ഥം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ വെറുതെ അപ്ലൈ ചെയ്ത് ഒരു പോസ്റ്റ് തന്ന് അവിടെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി. വെള്ളായണിയിൽ വന്ന് ജോയിൻ ചെയ്തിട്ട് അധികം താമസിയാതെ തന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് തോന്നി. ഞാനിവിടെ വന്ന് അവിടുത്തെ ഹെഡ് PSC നായർ എന്ന് തോന്നുന്നു, പ്രൊഫസർ PSC നായർ, പെർമിഷൻ ചോദിച്ചിട്ട് ലൈബ്രറി കയറി. വളരെ ആകർഷണീയമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. വേറെ എങ്ങും ഇത്രയ്ക്ക് വളരെ ഒരു വൃത്തിയുള്ളതും ഒരു അക്കാഡമിക് ഒരു സ്വാദുള്ളതുമായ ഒരു ലൈബ്രറി ഒന്നും കാണാൻ പറ്റില്ല. വളരെ സൈലൻ്റാണ്. എല്ലാ ആവശ്യങ്ങളും, എല്ലാ സ്റ്റാറ്റിസ്റ്റിക് മെറ്റീരിയലും ഉണ്ട്. എനിക്ക് പൊതുവേ ഇങ്ങനെയുള്ള സ്ഥലത്ത് റെഫറൻസ് നടത്തുന്നതും വായിക്കുന്നതും വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് അവിടുത്തെ ക്ലൈമറ്റൊക്കെ നോക്കിയിട്ട് കൊള്ളാമെന്ന് മനസ്സിൽ തോന്നി, വിലയിരുത്തി. അത് കഴിഞ്ഞിട്ട് MPhilനായിട്ട് അപ്ലൈ ചെയ്ത് ലാസ്റ്റ് അപ്പയിലാണ്. ഒരു വർഷം ഇവിടെ വന്ന് MPhil ചേർന്ന്. പക്ഷെ അതിനു മുൻപ് ആറന്മുള സാർ പരിചയമുണ്ട്. എന്താണ്
ഈ റിസർച്ചുമായിട്ടും മറ്റോ എല്ലാ ഒരു കാര്യം ഒന്നും ഇല്ലാതെ തന്നെ കേരള സ്റ്റാറ്റിസ്റ്റിക്കൽ അസോസിയേഷൻ ജേണലിലോട്ട് എഴുതാൻ തുടങ്ങി. അത് നമ്മുടെ RN+ സാറ് വളരെ എന്നിൽ ഇൻട്രസ്റ്റ് താല്പര്യം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. MPhil ആയപ്പോഴും RN+ സാറുടെ ക്ലാസ് പ്രത്യേകിച്ച് ഡിസ്കഷൻ ക്ലാസ്സാണ്, പ്രസൻറ്റേഷൻ ആൻഡ് ഡിസ്കഷൻ. എന്തോ സാറിന് എൻ്റെ ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്സ് ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഹി ലൗഡ് മീ വെരി മച്ച്. ആ സമയത്ത് കേരള യൂണിവേഴ്സിറ്റിയിലെ റീഡർ ഇൻ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊരു പോസ്റ്റ് വിളിച്ചു. ഞാൻ പത്രത്തിൽ കണ്ടതേ ഉള്ളൂ. ഒരു ദിവസം RN+ സാറുടെ അടുത്ത് വന്ന് ചോദിച്ചു, സാറ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്, ഇവിടെ ഇങ്ങനെ ഒന്ന് കണ്ട് അപ്ലൈ ചെയ്യണോ? സാർ വളരെ എക്സൈറ്റഡായി. ഞാനിവിടെ കുറേ കാലമായിട്ട് ശ്രമിക്കുന്നു, ഇവിടുത്തെ റിസർച്ച് ഔട്ട്പുട്ട് ഒന്നും തൃപ്തികരമല്ല. ഐ ഹാവ് ഹോപ്പ് ഇൻ യു, അപ്ലൈ ചെയ്തു. അങ്ങനെയാണ് ഇവിടെ താമസം ഉറപ്പിച്ചത്. ഇനി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് വിശദമായിട്ട് നമ്മുടെ മത്തായി സാറ് പറഞ്ഞു. US നായർ സ്ഥാപിച്ചു, കുറേ കോൺട്രിബ്യൂഷൻസൊക്കെ ഉണ്ട്. പിന്നെ ഒരു മന്ദഗതിയിലുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. RN+ സാറ് ഇവിടെ വന്ന ശേഷമാണ് റിസർച്ചിന് ഇത്രത്തോളം പ്രാധാന്യമുണ്ടായതും ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു അന്തസ്ത് ലോക നിലവാരത്തിലേക്ക് എത്തിക്കാനും സാധിച്ചത്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ മത്തായി സാർ പറഞ്ഞ പോലെ തന്നെ ലോക സ്റ്റാറ്റിസ്റ്റിക്സ് മാപ്പിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഇന്ന് വളരെ പ്രാധാന്യമുണ്ട്. അത് വലിയ നല്ല സന്തോഷമുള്ള കാര്യമാണ്. അത് അനുഭവിക്കുന്നത് ഇവിടുത്തെ കുട്ടികളും റിസർച്ച് സ്കോളേഴ്സും ഇവിടുത്തെ ഫാക്കൽറ്റിയും ഇവരെല്ലാവരുടെ ഒരു കൂട്ടായുള്ള ഒരു ശ്രമം കൊണ്ടാണ്. എനിക്ക് ഇവിടുത്തെ അന്തരീക്ഷങ്ങളൊക്കെ വളരെ ഇഷ്ടപ്പെട്ട്. വൈകുന്നേരം 3 മണിക്ക് ഒരു ചായ കുടിയുണ്ട്. അത് ചായ കുടി സമയം കളയുന്നെന്ന് വിചാരിക്കരുത്, അതൊരു ഇൻ്റഗ്രേഷൻ ഓഫ് സോൾസ് ആണ്. ഒരു ചായ കുടിച്ച് കുറച്ച് തമാശയും പറഞ്ഞ് വേറെ പ്രത്യേകിച്ച് സമയം മെനക്കെടുന്നില്ല. ഇവിടെ ഇരുന്ന് ക്യാൻറ്റീൻ വരെ നടക്കും, തിരിച്ചു വരും. ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻസ് ഉണ്ടെങ്കിലും അതൊക്കെ സഹിച്ചും അതൊക്കെ ടോളറേറ്റ് ചെയ്യും, സമയത്ത് പ്രൊവോക്കേറ്റ് ചെയ്തും ചെയ്യുന്നത് അത് ഹെൽത്തിയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറും, ഒരു ഐക്യത ഉണ്ടാകും. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഒരു കാർഡിയാലിറ്റി ഇവിടുത്തെ ഒരു വലിയ മുഖമുദ്രയാണ്. കുട്ടികളായാലും ടീച്ചറുകളായാലും ടീച്ചേഴ്സായാലും ഒരു കാർഡിയാലിറ്റി ഉണ്ട്. ഒരു വളരെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിട്ടുവീഴ്ചയില്ലാത്ത ഒരു സഹകരിക്കുന്ന ഒരു പ്രതീതി, അതൊരു വിലപ്പെട്ട ഒരു ക്യാരക്ടറായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ പറയാം, 1-2 എക്സാമ്പിൾസ് മാത്രം പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് എൻ്റെ മനസ്സിനെ ടച്ച് ചെയ്ത്. ഇവിടുത്തെ ഒരിക്കൽ കുട്ടികളും ടീച്ചേഴ്സുമായിട്ട് ഒരു ടൂറ് പോയി. ഞാനത് പോയില്ലാന്ന് തോന്നിയതോ അസൗകര്യം കൊണ്ട് ഒരു കുട്ടി വെള്ളത്തിൽ വീണ്. ഉടനെ ഇവിടുത്തെ ഹെഡായിരിക്കുന്ന മനോജ് ചാക്കോ വെള്ളത്തിലെടുത്ത് ചാടി എടുത്ത് രക്ഷപ്പെടുത്തി. ഇല്ല, ഇത് വലിയ ഒരു കാര്യമാണ്. അറച്ചു നിന്നാൽ പോയി തീർന്ന ഒരു 10-20 സെക്കൻഡ് കൊണ്ട് പ്രശ്നം ആയോ. അപ്പോൾ അത് ഒരു വെഞ്ചർസംനെസ്, അതൊരു ഹെൽപ്ഫുൾ നേച്ചർ. ഇനി വേറെ ഒരു ഉദാഹരണം. ഒരു കുട്ടി കാല് നടക്കാൻ മേല, സ്റ്റെപ്പ് ഒരിക്കലും കയറാനും പറ്റില്ല.
നെറ്റ് പരീക്ഷ UGC നെറ്റ് പരീക്ഷ എഴുതണം. സെൻറ്റർ യൂണിവേഴ്സിറ്റി കോളേജാണ്, അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറാണ്. ഈ കുട്ടിക്ക് കയറാൻ പറ്റില്ല. ഇവിടുത്തെ RSS കോളേജായിരുന്ന 2 പേര് ഒരു ചെയറിൽ പിടിച്ചിരുത്തി, അവിടെ പോയി ഒരു ചെയറിൽ പിടിച്ചിരുത്തി പൊക്കി 2ാം നിലയിൽ കൊണ്ടുപോയി. ഇതൊരു വലിയൊരു കാര്യമാണ്. അതിലും ഡോക്ടർ മനോജ് ചാക്കോ ഒരു അംഗമായിരുന്നു. ഡോക്ടർ ശ്രീകുമാർ നേരത്തെ ഇവിടെ വന്നിരുന്നു, അതും ഒരു അംഗമായിരുന്നു. ഞാനിവിടെ ആദ്യം ഫാക്കൽറ്റി ആയിട്ട് വരുന്നതിന് മുൻപ് തന്നെ RN പിള്ള സാറ് ഇവിടുത്തെ NSS ഡയറക്ടറായി. നമ്മളിവിടെ ഉണ്ടായിരുന്ന സാബു ജോർജ് അതിൻ്റെ സ്റ്റുഡൻറ്റ് ലീഡർ. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇവരുടെ 2 പേരുടെയും പ്രവർത്തനങ്ങളെ കണ്ട് വളരെ പ്രശംസിക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ വരുന്നു. അത് അവിടുത്തെ NSSലല്ല, അതുപോലെ തന്നെ അവരുടെ ആക്ടിവിറ്റീസ് ഡിപ്പാർട്ട്മെൻറ്റിലും എല്ലാവരെയും സഹായിക്കുക, അങ്ങനെയുള്ള ഒരു നല്ലൊരു ക്യാരക്ടർ അതിൽ കൂടി രൂപാന്തരപ്പെട്ട്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ സാധിക്കും. നമുക്ക് മനുഷ്യർക്ക് ബോഡിയുണ്ട്, സോളുണ്ട്. ബോഡി ഹെൽത്തി ആയിരുന്നാലേ സോളിന് ആ ബോഡിയിൽ സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ബോഡി ഹെൽത്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു കാർഡിയാലിറ്റി, ഇങ്ങോട്ടുമുള്ള ഒരു വിട്ടുവീഴ്ച, ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ, എല്ലാ കാര്യങ്ങളിലും ഡിസ്കസ് ചെയ്ത് അതിന് നല്ല രീതിയിൽ നല്ല സൊല്യൂഷൻ ഉണ്ടാക്കുക. അതാണ് ബോഡിയുടെ ഹെൽത്ത്. എന്നാലേ റിസർച്ച് ഔട്ട്പുട്ട്, റിസർച്ചിന് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും. മത്തായി സാർ പറഞ്ഞ പോലെ പീക്ക് സ്റ്റേജിലെത്തിയെങ്കിലും സോളും ബോഡിയും ഇൻ്റഗ്രേറ്റ് ചെയ്ത് പ്രവർത്തിച്ചില്ലെങ്കിൽ ബോഡി വീക്കാവും, സോൾ അതിൽ നിന്ന് പറന്നു പോകും. അതുകൊണ്ട് ഈ വരുന്ന നാളുകളിൽ പീക്കഡ്നെസ് റീറ്റെയിൻ ചെയ്യണമെങ്കിൽ ബോഡിയും സോളും, ബോഡി ഹെൽത്തി ആയിരിക്കണം, സോള് പ്രവർത്തിക്കണം. എന്നാലേ ഇത് മുന്നോട്ട് പോവുള്ളൂ. ഈ വരുന്ന കാലത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് കൂടുതൽ ഉന്നതിയിലേക്ക് എത്തിക്കാനായിട്ട് ഈ ബോഡി സോൾ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. കാർഡിയാലിറ്റി ഉണ്ടാകണം, വിവാഹീയത ഉണ്ടാകരുത്. അങ്ങനെ നല്ല ഇൻ്റഗ്രേറ്റഡ് ആക്ടിവിറ്റി ആയിട്ട് രൂപാന്തരപ്പെട്ട് മുന്നോട്ട് പോകാൻ ഞാൻ നിങ്ങൾക്ക് ആലോചന തരുന്നു. ഞങ്ങളുടെ കാലങ്ങൾ കഴിഞ്ഞ് ഇനി നിങ്ങളുടെ കാലങ്ങളാണ്. അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ദൈവം ഈശ്വരൻ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും സഹായകരമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നാட்களிൽ ഈ നല്ല ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കൊണ്ടുപോകും. എല്ലാ നന്മകളും നിങ്ങൾക്ക് നേരുന്നു. നല്ല പ്രവർത്തനം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു യാഗിൻ സാർ. അടുത്തതായി ആശംസ അറിയിക്കാൻ ലസിത ടീച്ചറിനെ ക്ഷണിക്കുന്നു. ഇവിടെ നിന്നാൽ മതിയോ? എൻ്റെ വന്ധ്യഗുരുനാഥർ വൃന്ദ ടീച്ചർ, കല്യാണരാമൻ സാർ, അധ്യാപന രംഗത്ത് ഒതുങ്ങിക്കൂടിയിരുന്ന എന്നെ ഗവേഷണ മേഖലയിലേക്ക് വളരെ സ്നേഹപൂർവ്വം കൈപിടിച്ച് നടത്തിയ പ്രിയങ്കരനായ യാഗിൻ സാർ, നമ്മുടെ ഇന്നത്തെ ഏറ്റവും സീനിയർ മെമ്പറായ പ്രശസ്തനായ പ്രിയങ്കരനായ മത്തായി സാർ, സ്റ്റാറ്റിസ്റ്റിക്സ് ഫീൽഡിന് അഭിമാനകരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മിസ്സിസ് സുനിത ഭാസ്കർ, ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ അവസരത്തിൽ
സാരഥ്യം വഹിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഡോക്ടർ മനോജ് ചാക്കോ, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് ആഗോള പ്രശസ്തിയിലേക്ക് ഉയർത്തുവാൻ അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ